താല പറഞ്ഞതുപോലെ, അതേ പൊന്നു മുഅ്മിനേ, നിന്റെ ഏത് മനസ്സിനെ കീറി മുറിക്കുന്ന, ഒരുറക്കം കിട്ടാത്ത, ഒരു സമാധാനമില്ലാതെ നീ അലഞ്ഞു തിരിയുന്ന ഏത് പ്രശ്നമാവട്ടെ, അതിനുള്ള ഏക പോൻ വഴി ഹസ്ബി അല്ലാഹ്, എന്റെ അല്ലാഹ് എനിക്ക് മതിയായവനാണ്. ആർക്ക് കഴിയാത്തതും എന്റെ അല്ലാഹ്ക്ക് കഴിയും. ആർക്ക് കാണാൻ കഴിയാത്തതും എന്റെ അല്ലാഹ്ക്ക് കാണാൻ കഴിയും. ആർക്ക് അറിയാത്തതും എന്റെ അല്ലാഹ്ക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ മനസ്സിന്റെ നീറുന്ന ഏതേത് പ്രശ്നങ്ങളും അത് പരിഹരിച്ചു തരാൻ ഈ വിനീതനായ എന്റെ അടിമയാകുന്ന, അള്ളാഹുവിന്റെ അടിമയാകുന്ന, അടിമ സ്ത്രീയാകുന്ന അതെ എന്റെ പ്രശ്നങ്ങൾ എന്റെ അള്ളാഹ് ഏറ്റെടുക്കും എന്ന പ്രത്യാശയോടുകൂടി അള്ളാഹു നൽകുന്ന ഈമാൻ ഏതെങ്കിലും മക്ബറയിലോ ഏതെങ്കിലും അമ്പലത്തിലോ ഏതെങ്കിലും ജോത്സ്യനെടുക്കലോ ഏതെങ്കിലും തങ്ങെടുക്കലോ നീ കൊണ്ടു പണയം വെച്ചിട്ട് നിഫാക്കും കുഫറും ശിർക്കും വാങ്ങിച്ച് നരകത്തിലേക്ക് പോകല്ലേ സഹോദര സഹോദരി. നീ വിചാരിച്ചതുപോലെ കാര്യം നടന്നു കിട്ടും. മക്കളില്ല, ഒരുപാട് ദുആറിന് കിട്ടിയില്ല, അവസാനം പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ലിംഗപൂജ നടത്തിയാൽ നിനക്ക് മക്കളെ കിട്ടും. നീ പോയി, കിട്ടും മക്കളെ. നിന്റെ രോഗം മാറുന്നില്ല, വർഷങ്ങളായി കരഞ്ഞുകം ദുആറുന്നു, മാറുന്നില്ല. അതെ, ഇന്ന അമ്പലത്തിൽ നീ നേർച്ചയാക്കി, ഇന്ന മക്ബറയിൽ പോയിട്ട് നീ പട്ടുപറിച്ചു, നിന്റെ രോഗം മാറും. ومن يشاقق الرسول من بعد ما تبين لهم الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصليه جهنم وساءت مصيرا ومن يشاقق الرسول ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതേത് മേഖലകളാവട്ടെ, ദുഃഖമാവട്ടെ, വ്യസനമാവട്ടെ, പ്രയാസമാവട്ടെ, സന്തോഷമാവട്ടെ, ഏത് മേഖലകളാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധമായിട്ട് അള്ളാഹുവിനെ എതിര് കാണിച്ചുകൊണ്ട് ഭിന്നിച്ചുകൊണ്ട് അള്ളേ ഇന്ന വിഷയത്തിൽ നീ ഇന്ന പോലെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇന്ന പ്രശ്നത്തിൽ നീ ഇന്ന പോലെയാണ് നീയേണ്ടത്, വ്യക്തമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം നിനക്കുണ്ടായിട്ട് ആ അധ്യാപനങ്ങൾ മാറ്റിവെച്ചിട്ട് യഥാർത്ഥ സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത ഏതയോ മുശ്രിക്കിന്റെ, മുനാഫിക്കിന്റെ, ജൂതന്റെ, ക്രിസ്ത്യാനിയുടെ, ഹൈന്ദവ ഏതെങ്കിലും ബൗദ്ധ ആരാധകരുടെ മാർഗം അവലംബിച്ചുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെനക്കെട്ടാൽ നീ പോകുന്ന വഴിയിൽ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കിയിട്ട് ഞാൻ വിടും സഹോദര. ജഹന്നം, നീ മരിച്ചിട്ട് നാളെ ആഖിറത്തിലേക്ക് വന്നാൽ നിനക്ക് സ്വർഗമല്ല, ഹബീബിന്റെ ശഫാഅത്തല്ല, ഹബീബിന്റെ തൃക്കൈന്ന ഹൗദുൽ കൗസറല്ല, നന്മ തിന്മ തൂക്കപ്പെടുമ്പോ നന്മയ്ക്ക് തൂക്കം കൂട്ടിക്കിട്ടലല്ല, സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കടല്ല. നിന്നെ കത്തിയെറിയുന്ന നരകത്തിലേക്കാണ് ഞാൻ വലിച്ചെറിയുക. കിട്ടും നിനക്ക്. അമ്പലത്തിൽ പോയ കുട്ടിയെ കിട്ടും, തങ്ങടുത്ത് പോയ നിന്റെ രോഗം മാറിക്കിട്ടും, കബറിനെടുത്ത് പോയ നിന്റെ പ്രയാസം മാറിക്കിട്ടും, അതൊക്കെ പഠിച്ചോൻ തരും. പോകുന്ന വഴിയിൽ സന്തോഷം ജീവിക്കാൻ വിടും പഠിച്ചോൻ. പക്ഷേ മരിച്ച് ആഖിറത്തിലെത്തിയാൽ വനുസ്ലിഹി ജഹന്നം, കത്തിജ്വലിക്കുന്ന തീനാളങ്ങൾക്ക് നക്കിത്തുടക്കാനുള്ള വറക് ഇന്ധനമാക്കി നിന്റെ ശരീരം മാറ്റും. ഏത് വേണമെന്ന് തീരുമാനിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ, പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ, പുണ്യവാളന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച ആ മാർഗം വിട്ടിട്ട് ശിർക്കിന്റെയും കുഫറിന്റെയും വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ കാര്യം നേടിക്കിട്ടും. പക്ഷെ ആഖിറം കാലാകാലം നഷ്ടമാണെന്നുള്ള യാഥാർത്ഥ്യബോധം ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനത്തിന്റെ ഏതൊരു നീറുകയാണോ ഖുർആന്റെ വരികളിലൂടെ, ഹബീബായ മുത്തിന്റെ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത്, അൽഹംദുലില്ലാഹ് പറഞ്ഞ് എനിക്കും കേട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്
അവസാനം വരെ അള്ളാഹ് നൽകിയിരിക്കുന്ന ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ യഥാവിധി പകർത്തിക്കൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് നാളെ സ്വർഗ്ഗലോകത്ത് പടച്ചതമ്പുരാനെ കണ്ടുമുട്ടാനുള്ള യോഗ്യതയും അർഹതയും നേടിയെടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.